ശ്രീ രമേശ് പിഷാരടി കുറച്ച് ദിവസമായിട്ട് എയറിലാണ്. അങ്ങേര് തേച്ചൊട്ടിക്കുന്ന ഒരുപാട് ട്രോൾസ് ഞാൻ കണ്ടു. അദ്ദേഹം കോഴിയാണ്, അല്ലെങ്കിൽ അശ്ലീല ചൊവ്വയോടെ സ്ത്രീകളോട് സംസാരിക്കുന്ന വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് റീൽസ്, അങ്ങേരെ തേച്ചൊട്ടിക്കുന്ന ഒരുപാട് റീൽസ് ഞാൻ കണ്ടു. ഇതിനെല്ലാത്തിനും പ്രധാന കാരണം അദ്ദേഹത്തിൻ്റെയും അതുപോലെ ശ്വേതാമേൻ്റെയും തമ്മിലുള്ള ആ സ്വകാര്യ ഫോൺ സംഭാഷണം ലീക്കായതുകൊണ്ട് തന്നെയാണ്. ഇതിനെക്കുറിച്ചിട്ട് എൻ്റെ കാഴ്ചപ്പാട് ഇവിടെ ഷെയർ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയണത്. ആക്ച്വലി അദ്ദേഹം തെറ്റുകാരനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റ് വന്നിട്ടുണ്ട്. കാരണം അദ്ദേഹം ഒരു സാധാരണ ആക്ടറോ അല്ലെങ്കിൽ ഒരു കൊമേഡിയനോ ഒന്നുമല്ല. അദ്ദേഹം ഇപ്പോൾ ഒരു MLA ആണ്, ജനങ്ങൾ ജയിപ്പിച്ചു വിട്ട ഒരു MLA ആണ്. സ്വാഭാവികമായിട്ടും ചില കാര്യങ്ങൾ അദ്ദേഹം കെയർഫുൾ ആവേണ്ടതാണ്. മനസ്സിലായില്ലേ? ഇവിടെ അദ്ദേഹം ശ്വേതാമേനോട് ഡബിൾ മീനിങ്ങോട് സംസാരിച്ചു, അല്ലെങ്കിൽ ദ്വയർത്ഥ പ്രയോഗം നടത്തി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, അദ്ദേഹവും ശ്വേതാമേനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അത് കട്ട ഫ്രണ്ട്ഷിപ്പ് ആവുന്ന എല്ലാവർക്കും അറിയാം. അത് വളരെ എവിഡൻ്റ് ആണ്. സ്വാഭാവികമായിട്ടും ശ്വേതാമേനോനും പിഷാരടിയും തമ്മിൽ ഇതിന് മുന്നേ ഈ ഡബിൾ മീനിങ്ങോട് സംസാരിച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ സംസാരിക്കുന്ന ഡബിൾ മീനിങ്ങോട് സംസാരിക്കുന്ന ഒരുപാട് പുരുഷന്മാരെയും സ്ത്രീകളെയും ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി കംഫർട്ടബിൾ ആണ്, അവർക്കത് എൻജോയ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ പറയുന്നതിൽ യാതൊരു സീനുമില്ല. ഇവിടെ ശ്വേതാമേനൻ അത് എൻജോയ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്കിടയിൽ അങ്ങനെ ഫ്രീഡം ഉള്ളത് കൊണ്ട് തന്നെയാണ് പിഷാരടി അങ്ങനെ സംസാരിച്ചത്. അത് പല റിയാലിറ്റി ഷോസിലും ശ്വേതാമേനും അതുപോലെ പിഷാരടിയും വന്ന പല റിയാലിറ്റി ഷോസിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അത് ഇത്ര വലിയ ഇഷ്യൂ ആകേണ്ട ആവശ്യമൊന്നുമില്ല. ലൈക്ക് പിഷാരടി വീഴണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ലൈക്ക് ഒരു രാഷ്ട്രീയ മുതലെടുപ്പാന്ന് പറയാം. അതുകൊണ്ട് തന്നെയാണ് പല ആളുകളും അദ്ദേഹത്തിൻ്റെ ഈ ഒരു വീഴ്ച എൻജോയ് ചെയ്യുന്നതും. അത് സംശയമില്ലാത്ത കാര്യം തന്നെ. പിന്നെ പിഷാരടി ഇവിടെ ശ്രദ്ധിക്കേണ്ടിയിരുന്ന കാര്യം, ശ്വേതാമേനൻ വളരെ ഗൗരവം എന്ന് പറഞ്ഞ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പിഷാരടിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ സമയത്ത് ഇത്തരത്തിലുള്ള നർമ്മം ആസ്വദിക്കാനുള്ള ആയില്ലായിരിക്കാം ശ്വേതാമേനൻ. സോ പിഷാരടി അത് ശ്രദ്ധിക്കണമായിരുന്നു. ലൈക്ക് അദ്ദേഹം ഇങ്ങനെയുള്ളൊരു കാര്യം സംസാരിക്കുമ്പോൾ, കാരണം ഇതൊരു പുന്നാരം പറയാൻ വേണ്ടി വിളിച്ചതല്ല. അപ്പം ആ സമയത്ത് പിഷാരടി അത് ശ്രദ്ധിക്കണമായിരുന്നു എന്ന് ഞാൻ പറയും. ഇവിടെ ശ്വേതാമേനൻ കാണിച്ച ഏറ്റവും വലിയ നെറികേട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഇത്രയും കട്ട ഫ്രണ്ട്സാണ്. ഒരിക്കലും ഇവരുടെ സ്വകാര്യ സംഭാഷണം അവർ ലീക്കാക്കാൻ പാടില്ലായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ കോൺസിക്വൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഒരു MLA ആണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയറിന് അത് ബാധിക്കും. അത് ബാധിച്ചു, സംശയമൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ അപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇത്രയും ട്രോളുകളൊക്കെ കാണുന്നത്. അദ്ദേഹത്തിന് മാനസികമായിട്ട് ഒരുപാട് വിഷമമുണ്ടായി. സോ ഈ വിശ്വാസ വഞ്ചന എന്ന് പറയുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ലോകത്തെ ഏറ്റവും വലിയ ചതി. പല ടൈപ്പിലുള്ള ചതികളുണ്ടായിരിക്കും. അതിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഏറ്റവും വലിയ ചതിയാണ് വിശ്വാസ വഞ്ചന. കാരണം ഒരാൾ അത്രയും നമ്മൾ ട്രസ്റ്റ് ചെയ്തിരിക്കുമ്പോൾ നമ്മളെ ചതിക്കാൻ ഭയങ്കര ഈസിയാണ്. സോ ശ്വേത കാണിച്ചത് ഒരിക്കലും മാപ്പ് അർഹിക്കാത്ത തെറ്റാണ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ ഇങ്ങനെയുള്ളൊരു ഫോൺ കോൾ ലീക്കായി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന കോൺസിക്വൻസ് ഇത് എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ശ്വേതാമേനുണ്ട്. അവർ സ്കൂൾ പഠിക്കുന്ന കുട്ടിയെന്നല്ലല്ലോ. സോ സ്വാഭാവികമായിട്ടും പിഷാരടിയുടെ പൊളിറ്റിക്കൽ കരിയറിന് അത് ബാധിക്കുമെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. സോ ഇതൊന്നും അറിയാതെ ഒരിക്കലും ഒരു കയ്യബദ്ധം പറ്റി നാറ്റിക്കരുത് എന്നൊന്നും ശ്വേതാമേനൻ പറയാൻ നിൽക്കരുത്.